ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് റസ്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം വന്നിട്ട് 3 മുട്ട, നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള 3 മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 മുട്ട ഒഴിച്ച് ചെയ്തതിന് ശേഷം ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ കൈകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും, അതുപോലെ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലാത്തവരാണെങ്കിൽ അത് നമ്മൾ ബീറ്ററില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വനില എസൻസും 1/4 കപ്പ് പഞ്ചസാര പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് വിസ്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആയാലും ആവും. എന്താ പറഞ്ഞാൽ നമുക്ക് ബീറ്റർ ഇല്ലാത്ത കാരണം കൈ കൊണ്ട് സ്പീഡായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കും. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്ന് ആക്കി നോക്കി. കുട്ടികളും വെച്ചിട്ട് ഒരുപാട് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഞാൻ ബീറ്റർ തന്നെ യൂസ് ചെയ്തിട്ട്, ഞാൻ ബീറ്റർ ഇല്ലാതെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ശ്രമിച്ച് നോക്കിയത്. പക്ഷേ പറ്റിയില്ല കേട്ടോ. അവസാനം ഞാൻ ബീറ്റർ തന്നെ യൂസ് ചെയ്ത് വന്നു. അങ്ങനെ നമ്മൾ ഇതുണ്ടല്ലോ ബീറ്റർ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ട. എന്നിട്ട് ഇപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. ബട്ടർ ചേർക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ബട്ടർ ആണെങ്കിൽ ഇതിനൊന്നുകൂടി ബെസ്റ്റാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നോട് ബട്ടർ ഇല്ലാത്ത കാരണം ഞാൻ ഓയിൽ ചേർത്താണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇനിയിപ്പോൾ നമുക്ക് ബീറ്റർ വേണ്ട കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ കയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് നല്ലതായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഇല്ലാത്തവരാണെങ്കിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല എന്ന് ഞാൻ പറയില്ല, എന്നാലും നന്നായിട്ട് തന്നെ വരും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മൈദയിൽ ഞാൻ പകുതിയായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ചേർക്കണ്ട. സാധാരണ നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച്, നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ എങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പകുതിയായിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ മുട്ട നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പതുക്കെ ഒരേ വശത്തായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കി നമ്മൾ മാവും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 4-5 സാധനങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും ഓവനിലാണ് കേട്ടോ. നമുക്ക് കുക്കറിൽ ചെയ്യുന്നവരാണെങ്കിലും ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കുക്കറിൽ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ കുക്കറിലൊക്കെ അടുപ്പിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിനെ കട്ട് ചെയ്ത് നമ്മളതിനെ വീണ്ടും 2 പ്രാവശ്യമായിട്ട് നമ്മൾ ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ. മാക്സിമം 2 മണിക്കൂറൊക്കെ നമ്മൾ ഗ്യാസ് ചിലവാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓവനിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ചെയ്യാൻ താല്പര്യമാണെന്നുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഗ്യാസിൽ തന്നെ ചെയ്യുകയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ വന്നിട്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് വേണ്ട. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ലൂസ് ആവുന്ന രീതിക്കോ അതുപോലെ നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് നമ്മുടെ മാവ് വേണ്ടത്. അത് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. നമുക്ക് പേടിക്കൊന്നും വേണ്ട. ചിലപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്നെസ് ആണല്ലോ, വേണമെങ്കിൽ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കുറച്ചുകൂടി അങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു തിക്നെസ് കറക്റ്റാണ്. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് ആകുന്ന സമയത്ത് അത് ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇതൊന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് തട്ടി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാ ഭാഗവും ഒരേ വശത്താവില്ല. സാധാരണ സ്പാച്ചില കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പോലെയും അതൊന്ന് സെറ്റ് പറ്റാത്ത രീതിക്ക് പോലെയൊക്കെ ഉണ്ടാവും. എന്നാലും ഇതാണ് നമ്മുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. എന്തായാലും നമുക്കത് പെട്ടെന്ന് ഒരു തിക്നെസ് ആയിട്ടുള്ള കാരണം ഒന്നും കറക്റ്റായിട്ട് വരില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് നമ്മൾ വന്നിട്ട് 180 ഡിഗ്രിക്ക് ഒരു 35 അല്ലെങ്കിൽ 40 മിനിറ്റ്, അത് നമുക്ക് ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ കേക്കും നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ തന്നെ കഴിക്കുന്ന സമയത്ത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് എന്തായാലും നമുക്ക് മാറ്റിയെടുത്തേക്കാം. നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം.
അങ്ങനെ നമ്മൾ നമ്മുടെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് സാധാരണ നമ്മൾ റസ്ക് ഏതൊരു തിക്നെസ്സിലാണോ വേണ്ടത് ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് പിന്നെ ഓരോ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ഓവനിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മൾ 180 ഡിഗ്രിക്ക് തന്നെയല്ലേ വെച്ചത്, അതേ 180 ഡിഗ്രിക്ക് തന്നെയാണ് വീണ്ടും 20 മിനിറ്റ് ആയിരുന്നു ഞാൻ വെച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് സെറ്റായി വന്നു കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് 20 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചൂടാക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ വനില കേക്ക് ഉണ്ടാക്കുന്ന അതേ ടെക്സ്ചർ പോലെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഞാൻ അപ്പോഴേ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു പക്ഷേ നിങ്ങൾക്കായില്ല, നമുക്ക് സാധാരണ നമ്മൾ റസ്ക് തൊട്ട് നോക്കുമ്പോൾ അറിയില്ല നമുക്ക് ആ ഒരു റസ്കിൻ്റെ ആ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഓവൺ ഓഫ് ആവുന്ന സമയത്ത് പിന്നെ എടുത്ത് നോക്കിയിട്ട് ആ ഒരു കേക്ക് റസ്കിൻ്റെ ആ ഒരു ആയിട്ടില്ല, റസ്ക് പോലും നമുക്കത് ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോ അങ്ങനെ വെച്ചാലും മതി. ഇപ്പോൾ ഞാൻ 20 മിനിറ്റ് തന്നെ വെക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഇതിലിപ്പോൾ വെറുതെ വലിയൊരു ടെൻഷൻ അടിക്കാനൊന്നുമില്ല, നമ്മളിത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഒരു എക്സ്ട്രാ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇത് കണ്ടല്ലോ, നമ്മളെല്ലാ പീസും ഇതുപോലെ നമുക്ക് സാധാരണ നമ്മൾ റസ്ക് ഉണ്ടാക്കുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ടിപ്പോൾ ഞാനൊരു ട്രേയിൽ വന്നിട്ട് നമ്മുടെ കേക്കുകളെല്ലാം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ 20 മിനിറ്റ് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്ത് നമ്മുടെ മുകളിലെ ഭാഗം ചിലപ്പോൾ ആവും, ചിലപ്പോൾ അടിയിലെ ഭാഗം ആവാത്ത പോലെ ചില പീസുകൾ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് റസ്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ റസ്ക് ഉണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വ്യത്യാസം. ഇപ്പം ഞാനിത് എടുത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുന്ന സമയത്ത് അത് റസ്ക് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, മുകളിലെ ഭാഗം അടിയിലെ ഭാഗം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതൊന്നും മാത്രമാണ് നമുക്ക് ഒന്നുകൂടി കുറച്ചൊരു കളറ് കുറച്ചുകൂടി ഒരു ബ്രൗൺ ആയതുപോലെ, ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരു അടിപൊളിയായിട്ട് നമുക്കൊരു ഇരട്ടി ടേസ്റ്റ് തന്നെ പറയാം. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറയുന്ന സമയത്ത് അന്ന് ചായ കുടിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും ആദ്യം ചായ കുടിക്കുന്ന ആൾ നമ്മളായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് ആദ്യം ഒന്ന് കഴിച്ചു നോക്കണം, മറ്റുള്ളവർക്ക് അത് കൊടുത്ത് അവരുടെ ഒരു അഭിപ്രായങ്ങൾ നമുക്കിത് കേൾക്കണം. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. നമ്മൾ വീട്ടിൽ എന്ത് നമുക്ക് അറിഞ്ഞതാണെങ്കിലും അറിയാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മളൊന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊന്ന് ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്. അതുപോലെ അടുത്തവർ പറയുന്ന ഒരു കമൻറ്റ് കേൾക്കാനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനും ചായ കുടിച്ച് നമ്മുടെ അടിപൊളിയായിട്ടുള്ള റസ്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.